സോ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ സെൻറ്റൻസസ്. സെൻറ്റൻസസ് നമുക്ക് ഒരുപാട് ടൈപ്പിലുണ്ട്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, അല്ലെങ്കിൽ എന്താ പറയുക ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, ഇനി അതുമല്ലെങ്കിൽ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. വേറെ ഒരെണ്ണമുണ്ട് ഇംപെറേറ്റീവ് സെൻറ്റൻസ്. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എല്ലാത്തിനും മുമ്പേ ക്യാപ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രമ്യ. ക്യാപ്ഷൻ ഒരു റെവല്യൂഷണറി ലേണിംഗ് ടുഗെദർ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാമാണ്. ഇത് വളരെ ഈസി, ക്വിക്ക്, ഫൺ, എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ പ്രോഗ്രാം കൂടെയാണ്. മാത്രമല്ല വെറും 6 മാസം കൊണ്ട് ഒരു പുതിയ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്രേറ്റ്. നമുക്ക് സെഷൻ നോക്കാം. സോ വാട്ട് are imperative sentences? Sentences that are used to give commands, make offers കൊടുക്കാൻ, അല്ലെങ്കിൽ give directions, warnings, or for request ചെയ്യാനോ അല്ലെങ്കിൽ directions കൊടുക്കാനോ വാർണിംഗ് കൊടുക്കാനോ, ഇനി അതും അല്ലെങ്കിൽ കമാൻഡ്സ് കൊടുക്കാൻ. ഇപ്പം ആർമിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ കമാൻഡ് കൊടുക്കില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സീനിയർ ഓഫീസറിനും ജൂനിയർ ഓഫീസറിന് കമാൻഡ്സ് കൊടുക്കും. ഇനി അതും അല്ലെങ്കിൽ വേറെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഓർഗനൈസേഷൻസിലും കമാൻഡ്സ് കൊടുക്കുന്ന അത്തരം രീതിയിലുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇംപെറേറ്റീവ് സെൻറ്റൻസ്, അല്ലെങ്കിൽ ഇംപെറേറ്റീവ് അത്ര ചില വേർഡിങ്സ് ഉണ്ട്. സോ എങ്ങനെയാണത് നമുക്ക് നോക്കാം. ഓൾറൈറ്റ്. യൂസ് ദ ബേസിക് ഫോം ഓഫ് വേർബ്സ് ടു ഗിവ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ വാർണിംഗ്സ്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ടോക്കിംഗ് നൗ, അതൊരു കമാൻഡാണ്. സ്റ്റോപ്പ് ടോക്കിംഗ് നൗ. ആരെങ്കിലും ഇപ്പം അത് നമുക്ക് സ്റ്റോപ്പ് ടോക്കിംഗ് നൗ അല്ല, സ്റ്റോപ്പ് ടോക്കിംഗ് നൗ. ആ രീതിയിൽ പറയുമ്പോഴാണ് ഈ സ്റ്റോപ്പിന് അവിടെ ഒരു അർത്ഥം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ലുക്ക് എ കാർ ഈസ് സ്പീഡിങ്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, അപ്പോൾ ഡ്രൈവർ ഇപ്പോൾ വേറെ വല്ലവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ലുക്ക് എ കാർ ഈസ് സ്പീഡിങ്. നമ്മൾ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി ഓടിക്കുക എന്നുള്ള രീതിയിൽ, നമ്മുടെ അടുത്തൂടെയാണ് ഒരെണ്ണം പോയത്, അല്ലാണ്ട് ലുക്ക് എ കാർ ഈസ് സ്പീഡിങ് അങ്ങനെയല്ല. ആ പറയുന്നതിന് ഒരു ടോൺ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ പറയാൻ. അതാണ് നമ്മൾ ഇപ്പം ഈ വേർബ്സ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സ്റ്റോപ്പ് അല്ലെങ്കിൽ ലുക്ക്, ഇതിനൊക്കെ ആ ഒരു പെർട്ടിക്കുലർ രീതിയിൽ നമ്മൾ പറയുമ്പോഴാണ് ആ സെൻറ്റൻസിനും നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് പ്രോപ്പറായിട്ട് കൺവേ ആവുന്നത്. ഗ്രേറ്റ്. അടുത്ത പോകുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു റിമൈൻഡർ അബൌട്ട് Capshine's 30 days free trial. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് ലൈവ് ക്ലാസ്സസ്, നിങ്ങൾക്ക് ഇൻസ്ട്രക്ടറുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാം, ഓൺ ദി സ്പോട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. കൂടാതെ സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, സംസാരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. പേടിയുള്ളവർക്ക് അത് പേടി മാറ്റാനും പറ്റിയൊരു സംഭവമാണ്. കൂടാതെ ലേൺ ആൻഡ് പ്രാക്ടീസ് എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ ചേർന്ന് നിങ്ങൾക്ക് മറ്റു പിള്ളേരുമായിട്ട് ലേൺ ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം, നിങ്ങളുടെ ഐഡിയാസ് നോളജ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. ആൻഡ് മന്ത്ലി ഫ്ലുവൻസി ട്രാക്കർ, ഒരു മാസം നിങ്ങൾ എത്രത്തോളം പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ പോകുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ട്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. എവിടെയാണ് ലാഗ് ചെയ്യുന്നത്, എവിടെയാണ് ഞാൻ നന്നായി ചെയ്യുന്നത്, എല്ലാത്തിൻ്റെ ഒരു ആകത്തുക നിങ്ങൾക്ക് തന്നെ കിട്ടാൻ പറ്റും. ആൻഡ് ഓരോ കാൻഡിഡേറ്റിൻ്റെ അടുത്തും ഓരോ പേഴ്സണൽ കോച്ച് ഉണ്ടാവും, അവർ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ഫീഡ്ബാക്ക് തരുന്നതായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഡെയിലി മൈക്രോ ലെസൺസ്, ഓരോ ദിവസം നിങ്ങൾക്ക് കുഞ്ഞു മൈക്രോ ലെസൺസ് ആയിട്ട് ഓരോ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മൊത്തത്തിൽ ഇതൊരു അടിപൊളി പാക്കേജാണ്. എങ്ങനെ എവിടെ കിട്ടണം എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ഡു നോട്ട് ഓർ ഡോണ്ട് ഫോർ നെഗറ്റീവ് ഇംപെറേറ്റീവ് സെൻറ്റൻസ്. നെഗറ്റീവ് ഇംപെറേറ്റീവ് സെൻറ്റൻസ് കൂടുതൽ എന്താണ് ചെയ്യരുത്, അല്ലെങ്കിൽ എന്തിനും ഒരു നെഗറ്റീവ് ഇതുണ്ടാവും. അപ്പം ക്വസ്റ്റ്യനാണെങ്കിലും ഇപ്പം നെഗറ്റീവ് ഉണ്ടാവും. ഏതൊരു സെൻറ്റൻസിനും നമുക്ക് നെഗറ്റീവ് വേർഷൻസ് ഉണ്ടാവും, പോസിറ്റീവ് സെൻറ്റൻസും ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. അപ്പം നെഗറ്റീവ് ഇംപെറേറ്റീവ് സെൻറ്റൻസിലെ ഡു നോട്ട് അല്ലെങ്കിൽ ഡോണ്ട് ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നോക്കുവാണെങ്കിൽ, ഡോണ്ട് വാക്ക് ഓൺ ദി ഗ്രാസ്. ഡോണ്ട് വാക്ക് ഓൺ ദി ഗ്രാസ്. ഏതെങ്കിലും ഒരു നല്ല റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് നല്ലൊരു പുല്ലുണ്ടോ, അപ്പം നമുക്ക് പെട്ടെന്ന് അതിനകത്ത് നടക്കാൻ തോന്നും. ഡോണ്ട് വാക്ക് ഓൺ ദി ഗ്രാസ്. അവിടുത്തെ ആൾ പറയുവാണ്. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഡു നോട്ട് എൻറ്റർ ദ റൂം. ഡു നോട്ട് എൻറ്റർ ദ റൂം. ഞങ്ങളിവിടെ പ്രാക്ടീസ് ചെയ്യണം. ഡു നോട്ട് എൻറ്റർ ദ റൂം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രാക്ടീസ് സെഷൻ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. കണ്ടോ? അതാണ് എന്തെങ്കിലും ഇംപെറേറ്റീവിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഭവത്തിനാണ് നമ്മൾ ഇംപെറേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം എന്തെങ്കിലും ഒരു എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ലാണ്ട് നമ്മൾ അത്തരം സെൻറ്റൻസ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായില്ല? ഒരു ഇമ്പോർട്ടൻസിനെ നമ്മൾ എന്താണ് എംഫസിസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം, അതായത് ഇംപെറേറ്റീവ് സെൻറ്റൻസ് തന്നെ നമ്മൾ പറയുന്നത്. സോ ഡു നോട്ട് എൻറ്റർ ദ റൂം, അല്ലെങ്കിൽ ഡു നോട്ട് ഡു ദാറ്റ്, പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. പ്ലീസ് നമുക്ക് ആക്ച്വലി അടുത്തിനകത്ത് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ യൂസ് ലെറ്റ്സ് ടു മേക്ക് സജഷൻസ്. ലെറ്റ്സ് ടു മേക്ക് സജഷൻസ് എന്ന് പറയുന്നത് സജഷൻസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ കുറച്ച് ആൾക്കാരുണ്ട്, അപ്പം നമുക്കൊരു ഒപ്പീനിയൻ അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ട്, അപ്പം നമ്മളത് എങ്ങനെ സജസ്റ്റ് ചെയ്യും അത് നോക്കുവാണെങ്കിൽ ലെറ്റ്സ് ഗോ ഷോപ്പിംഗ് ടുഡേ. അപ്പം എന്താണെന്ന് ചെയ്യേണ്ടതല്ല, സാറ്റർഡേ ആണ്, ഫ്രീ ആണ്, എല്ലാവരും ഫ്രീ ആണ്, എന്താ ഇപ്പം നമ്മൾ ചെയ്യുക? ലെറ്റ്സ് ഗോ ഫോർ എ സിനിമ, അല്ലെങ്കിൽ ലെറ്റ്സ് ഗോ ഷോപ്പിംഗ് ടുഡേ, ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ഫുഡ് ദാറ്റ്
ആ ഒരു പർട്ടിക്കുലർ റെസ്റ്റോറൻറ്റ് ഉണ്ടാവും, നമ്മളത് ട്രൈ ചെയ്തിട്ടില്ല. അപ്പം എല്ലാവർക്കും അവിടെ എല്ലാം ഉണ്ട്, കോണ്ടിനെൻ്റൽ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ അത്തരം രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. സോ ലെറ്റ്സ് ഗോ ഹാവ് ഫുഡ് ദെയർ, അല്ലെങ്കിൽ ഫുഡ് ഫ്രം ദെയർ. ഇനി അതും അല്ലെങ്കിൽ ലെറ്റ്സ് ഓർഡർ സം ഫുഡ് ഫോർ ലഞ്ച്. എല്ലാവർക്കും വീട്ടിലിരിക്കാനാണ് താല്പര്യമെങ്കിൽ എന്നാൽ നമുക്ക് ഫുഡ് വരുത്താം, ഓർഡർ ചെയ്യാം. അതാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. സോ ഇത്തരം രീതിയിൽ നമുക്ക് സജഷൻസ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ലെറ്റ്സ് എങ്ങനെ ഉപയോഗിച്ച് പറയാൻ പറ്റും. ഇത്തരം രീതിയിൽ നമ്മൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വളരെ പൊളൈറ്റായിട്ട് പറയണമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സോ സജഷൻസ് എപ്പോഴും നമ്മൾ ഒരു പൊളൈറ്റ് രീതിയിൽ പറയണം, അല്ലാണ്ട് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പറയരുതിരിക്കും സജഷൻസ്. കാരണം നമ്മുടെ ഒരു ഒപ്പീനിയനാണ്, നമ്മുടെ ഒരു വ്യൂ ആണ്. അത് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മൾ പറയണം. വേറെ ഞാൻ നേരത്തെ പറഞ്ഞ പ്ലീസ് എവിടെയാണ്, പ്ലീസ് യൂസ് പ്ലീസ് ടു മേക്ക് റിക്വസ്റ്റ്സ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. പ്ലീസ് ലീവ് യുവർ ഷൂസ് ഔട്ട്സൈഡ്. വളരെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു ഇമ്പെറേറ്റീവ് എന്ന് പറഞ്ഞാൽ കുറച്ച് വൈറ്റൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. അതിനാണ് ഇമ്പെറേറ്റീവ് എന്ന് പറഞ്ഞത്. അപ്പം പ്ലീസ് ലീവ് യുവർ ഷൂസ് ഔട്ട്സൈഡ്. നമ്മൾ പ്ലീസ് ചെയ്യൂ അത്തരം രീതിയിലല്ല. പ്ലീസ് ലീവ് യുവർ ഷൂസ് അല്ലെങ്കിൽ ഫുഡ് വെയർ ഔട്ട്സൈഡ്. ഇതിൻ്റെ ഉള്ളിൽ ഇത് അലൗഡ് അല്ല. ഇത് വളരെ സാനിറ്റൈസ് ചെയ്ത് ഞങ്ങൾ വെച്ചിരിക്കുന്ന സാധനമാണ്. കൂടാതെ തന്നെ ഇവിടെ എന്താ പറയുക, വെളിയിൽ നിന്നുള്ള അത്തരം അഴുക്കൊന്നും കയറ്റിക്കൊണ്ടുവരാൻ താല്പര്യമില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പം ഏതെങ്കിലും ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക്കോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലുമൊക്കെ സ്ഥലത്ത് യൂഷ്വലി പറയാറില്ലേ ഫുഡ് വെയർ പുറത്തിടണം. അത് ഇമ്പോർട്ടൻ്റ് ആണത്, അത് കാരണമാണ് അത് പറഞ്ഞത്. അല്ലാണ്ട് ചുമ്മാ പ്ലീസ് അത് ചെയ്യാൻ പറ്റുമോ അങ്ങനെയല്ല. പ്ലീസ് ലീവ് യുവർ ഫുഡ് വെയർ ഔട്ട്സൈഡ്. ഇനി അതും അല്ലെങ്കിൽ ഗെറ്റ് മീ എ കപ്പ് ഓഫ് കോഫി പ്ലീസ്. ഗെറ്റ് മീ എ കപ്പ് ഓഫ് കോഫി. അപ്പം നമ്മളിപ്പം ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഫേയിൽ പോയി ഗെറ്റ് മീ എ കപ്പ് ഓഫ് കോഫി പ്ലീസ്. ഇനി അതും അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുവാണ് എന്താ വേണ്ടത്, ഗെറ്റ് മീ എ കപ്പ് ഓഫ് കോഫി പ്ലീസ്. സോ അത്തരം രീതിയിൽ ഒരു റിക്വസ്റ്റ് പോലെ നമ്മൾ പറയുവാണ്. റിക്വസ്റ്റ് ആണെങ്കിൽ പോലും ചില സ്ഥലത്ത് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും നമ്മളത് പറയുന്ന രീതി അനുസരിച്ചിരിക്കും. അതാണ് വേറൊരു കാര്യം. സോ യൂസ് ഹാവ് ടു മേക്ക് ഇംപെറേറ്റീവ് സെൻറ്റൻസസ്. ഹാവ്, അതായത് ഇംപെറേറ്റീവ് സെൻറ്റൻസ് ഇമ്പോർട്ടൻസ് കാണിക്കാൻ നമുക്ക് ഹാവ് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഹാവ് എ സേഫ് ട്രിപ്പ്. ഹാവ് എ സേഫ് ട്രിപ്പ്. യൂഷ്വലി ഇപ്പം ചില ബൈക്ക് റൈഡേഴ്സ് അല്ലെങ്കിൽ റൈഡേഴ്സൊക്കെ ഹിമാലയത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും അങ്ങനെ പോവുകയാണെങ്കിൽ, ഞാൻ ഹിമാലയം ഒന്ന് കണ്ടിട്ട് വരികയാണ്, ഞങ്ങൾ ബൈക്ക് റൈഡാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വരുന്ന അടിപൊളി, പക്ഷേ എന്നാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പറയും ഹാവ് എ സേഫ് ട്രിപ്പ്. ഒന്നും പറ്റാണ്ട്, പ്രശ്നമൊന്നും പറ്റാണ്ട് പോയി കണ്ട് സന്തോഷിച്ചിട്ട് തിരിച്ചു വരിക. അത് നമ്മൾ റിയലി മീൻ ചെയ്യുന്നതായിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ് ഒരു അങ്ങനത്തെ ഒരു ജേർണിയിൽ. അപ്പം നമ്മൾ ഹാവ് എ ഹാപ്പി ജേർണി അല്ലെങ്കിൽ അതിനെക്കാട്ടിലും നമ്മൾ പറഞ്ഞാൽ ഹാവ് എ സേഫ് ട്രിപ്പ്. കാരണം പറയാൻ പറ്റില്ല, അത്തരം ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്നത് എന്തും സംഭവിക്കുക എന്നുള്ളൊരു സ്ഥലമാണ്. സോ നമ്മൾ ഹാവ് എ സേഫ് ട്രിപ്പ്. ഇനി അതല്ല, ഹാവ് എ സീറ്റ്. അത് നമ്മളൊരു മാനേഴ്സ് കാണിക്കുന്നതാണ്. ആരെങ്കിലും വരികയാണെങ്കിൽ ഹാവ് എ സീറ്റ്, എന്തെങ്കിലും പറയാനുള്ളതായിട്ട്. അതിപ്പോൾ എവിടെ പോവുകയാണെങ്കിലും നമ്മളോട് ആദ്യം പറഞ്ഞ് ഇരിക്കുമെന്ന് നമ്മൾ പറയില്ല. ഇത് വളരെ നമ്മുടെ മാനേഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. സോ ഇത്തരം രീതിയിൽ നമുക്കുള്ള ഇംപെറേറ്റീവ് സെൻറ്റൻസ്, അത് നമ്മുടെ ആ ഒരു വേ ഓഫ് കൺവേയിങ് നമുക്ക് എങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും ഹാവ് കൊണ്ട് എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി കുറച്ച് ക്വിസാണ്. ക്വിസിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മൾ എത്രയും നോക്കിയാലും നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്തുകൊണ്ടെന്ന്. ചൂസ് ദ കറക്റ്റ് വേർഡ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ബ്ലാങ്ക് ഓൾ ദ വർക്ക് ബൈ ടുനൈറ്റ്. ബ്ലാങ്ക് ഓൾ ദ വർക്ക് ബൈ ടുനൈറ്റ്. പ്ലീസ്, ഫിനിഷ്, ലെറ്റ്സ്. ഇപ്പം ഏതായിരിക്കും അത് അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ ആപ്റ്റ് ആയിട്ട് ഏതായിരിക്കും? പ്ലീസ് ഓൾ ദ വർക്ക് ബൈ ടുനൈറ്റ്. ഫിനിഷ് ഓൾ ദ വർക്ക് ബൈ ടുനൈറ്റ്. ലെറ്റ്സ് ഓൾ ദ വർക്ക് ബൈ ടുനൈറ്റ്. ഏതായിരിക്കും? ഓബ്വിയസ്ലി ഫിനിഷ് ഓൾ ദ വർക്ക് ബൈ ടുനൈറ്റ് പറയുകയാണ് നമ്മൾ. ഫിനിഷ് ഓൾ ദ വർക്ക് ആരോടാണെന്നില്ല, നമ്മൾ ആരെ നോക്കിയാണ് പറയുന്നത്, അതാണ് ഉദ്ദേശം. ഫിനിഷ് ഓൾ ദ വർക്ക് ബൈ ടുനൈറ്റ്. ദാറ്റ്സ് ഇറ്റ്. അടുത്ത് ബ്ലാങ്ക് ഡിസ്റ്റർബ് മീ ഫോർ ദ നെക്സ്റ്റ് 2 hours. ഹാവ് ആണോ, ഡു നോട്ട് ആണോ, സ്റ്റോപ്പ് ഏതായിരിക്കും? കറക്റ്റ്. ഡു നോട്ട് ഡിസ്റ്റർബ് മീ ഫോർ നെക്സ്റ്റ് 2 hours. അടുത്ത 2 മണിക്കൂറിലേക്ക് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാൻ പാട്ട് പാടാൻ പോവാം, അല്ലെങ്കിൽ ഞാൻ കുളിക്കാൻ പോവാം, ഇനി അതും അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ പോവാണ്, ഇനി അതും അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഉണ്ട്, അടുത്ത 2 മണിക്കൂർ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. സിമ്പിൾ. അഗൈൻ ബ്ലാങ്ക് എ നൈസ് ഡേ. സോ ഏതായിരിക്കും അതിനകത്ത്? പ്ലീസ് എ നൈസ് ഡേ അല്ലെങ്കിൽ ഡു എ നൈസ് ഡേ. ഹാവ് എ നൈസ് ഡേ. സോ ഹാവ് എ നൈസ് ഡേ. നല്ലൊരു ദിവസം ആവട്ടെ. നമ്മൾ പറയുകയാണ് എന്തെങ്കിലും ഒരു നല്ല അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യത്തിന് പോകുമ്പോഴേക്കും ഹാവ് എ നൈസ് ഡേ, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നടക്കട്ടെ. സോ ഇത്തരം രീതിയിൽ നമ്മൾ ഇംപെറേറ്റീവ് സെൻറ്റൻസിൻ്റെ ഓരോ ടൈപ്സ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് നമുക്ക് പറയാൻ പറ്റുക, കൺവേ ചെയ്യാൻ പറ്റുക നമ്മൾ നോക്കി. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഉറപ്പായിട്ടും ചെയ്യുക. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപ്ഷൻ്റെ 30 days ഫ്രീ ട്രയൽ കിട്ടാൻ വിസിറ്റ് capshine.com അല്ലെങ്കിൽ Capshine ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.